Good morning, students. Welcome back to another session of the management accounting. Here we discuss about the functions of management accounting. Management accounting functions ആണ് അപ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ യൂസസ് ചോദിച്ചു കഴിഞ്ഞാലും ഈ പോയിൻറ്റ്സ് തന്നെ നമുക്ക് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. There are various functions of management accounting. First one, provides data. Management accounting serves as a vital source of data for management planning. We know that management accounting is the branch of accounting which provide accounting information to the management for decision making. Management decision making ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നമ്മൾ മീനിങ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. Therefore, management accounting provides data. Provides data means accounting data to the management for decision making. This is the first point, functions of management accounting. Next, modify data. നമുക്കറിയാം ബാലൻസ് ഷീറ്റിലോ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു സ്പെസിഫിക് ഫോർമാറ്റിലാണ് നമ്മളെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ ഡാറ്റ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റയാണ് ഉണ്ടാവുക. അതിനെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സിൽ മോഡിഫൈ ചെയ്തിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പാർട്ടിൽ ഏത് രീതിയിലാണോ മാനേജ്മെൻറ്റിന് ആ ഇൻഫർമേഷൻ വേണ്ടത് ആ രീതിയിലേക്ക് അതിനെ മോഡിഫൈ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. സോ ദ അക്കൗണ്ടിങ് ഡാറ്റ റിക്വയർഡ് ഫോർ മാനേജറിയൽ ഡിസിഷൻ ഈസ് പ്രോപ്പർലി കമ്പൈൽഡ് ആൻഡ് ക്ലാസിഫൈഡ്. മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഡാറ്റാസിനെ മോഡിഫൈ ചെയ്യുകയും കമ്പൈൽ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ. ദെൻ അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഡാറ്റ. തന്നിരിക്കുന്ന ഡാറ്റയെ കൃത്യമായിട്ട് അനാലിസിസ് ടൂൾസ് വെച്ചിട്ട് ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ട് അനാലിസിസിന് വേണ്ടിയിട്ട്. നമ്മൾ 1 by 1 ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ കൃത്യമായിട്ട് ആ ഡാറ്റാസ് അനലൈസ് ചെയ്യുകയും അതിൻ്റെ ഇൻഫോർമേഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ. ദ അക്കൗണ്ടിങ് ഡാറ്റ ഈസ് അനലൈസ്ഡ് മീനിങ്ഫുള്ളി ഫോർ എഫക്റ്റീവ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഫോർ ദീസ് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ആൻഡ് ലൈക്ലി ട്രെൻഡ്സ് ആർ പ്രൊജക്റ്റഡ്. Next, facilitate control. Management accounting helps in translating given objectives and strategy into specified goals for the attainment by specified time. Decision making ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ. അപ്പോൾ ആ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ എന്താണ് ബെസ്റ്റ് കോഴ്സ് ഓഫ് സെലക്ടിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ സെലക്ടിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് ദ എലമെൻറ്റ് ഓഫ് ദി ഫെസിലിറ്റേറ്റ് കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിസിഷൻ മേക്കിംഗ് അതായത് കൺട്രോള് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് പോയിൻ്റ്, ഫിഫ്ത്ത് പോയിൻ്റ്, സെർവ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് മാനേജ്മെൻറ്റ് പ്ലാൻസ് അപ്വേർഡ്, ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ത്രൂ ദി ഓർഗനൈസേഷൻ. Initially, it means identifying the feasibility and consistency of various segments of the plan. The later stages, it keeps the parties informed about the plans they have been agreed upon and their roles in these plans. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സെർവ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അത് പ്രോസസ്സ് ചെയ്തിട്ട് അപ്വേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ടോപ്പ് ലെവലിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ അവിടേക്കും, ദെൻ ലോവർ ലെവലിലേക്ക് അതിൻ്റെ പ്രോസസ്സ് ചെയ്ത ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ലാറ്ററൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഏത് രീതിയിലായാലും മാനേജ്മെൻറ്റിൽ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ. ദെൻ ഫെസിലിറ്റേറ്റ് കൺട്രോൾ, അത് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, use also qualitative information. Management accounting does not restrict itself the financial data for helping the management in decision making, but also uses such information that may be capable of being measured in monetary terms. Such information may be collected from special surveys, statistical compilation, engineering records, etc. അപ്പോൾ ഓർഗനൈസേഷനിലെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മാത്രമല്ല ക്വാളിറ്റേറ്റീവ് ഡാറ്റാസും യൂസ് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആക്കി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ. യൂസ് ഓഫ് ഓൾസോ ഓഫ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ദെൻ ടു അസിസ്റ്റ് ഇൻ പ്ലാനിങ്. അപ്പോൾ ഇൻഫർമേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ് ഈസ് ദ ബേസ് ഫോർ ദി ഫ്യൂച്ചർ പ്ലാൻ. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അസിസ്റ്റ് ഇൻ പ്ലാനിങ്. Management accounting assists the management in planning as well as to formulate policies by making forecast about the production, selling, inflow and outflow of the cash, etc. The next step, to assist in organizing. പ്ലാനിങ്ങിൽ മാത്രമല്ല ഓർഗനൈസിങ്ങിലും മാനേജ്മെൻറ്റിന് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബൈ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ് ആൻഡ് അസർട്ടൈനിങ് സ്പെസിഫിക് കോസ്റ്റ് സെൻറ്റേഴ്സ്. ഇറ്റ് ഡെലിവേഴ്സ് ദി റിസോഴ്സസ് ടു ഈച്ച് സെൻറ്റർ ആൻഡ് ഡെലിഗേറ്റ് ദ റെസ്പെക്റ്റീവ് റെസ്പോൺസിബിലിറ്റീസ് ടു എൻഷുർ ദി പ്രോപ്പർ യൂട്ടിലൈസേഷൻ. അപ്പോൾ ഓർഗനൈസിങ്ങിന് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ടെക്നിക്സ് ഒക്കെ
മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഫംഗ്ഷനാണ് ടു അസിസ്റ്റ് ഇൻ ഓർഗനൈസിങ്, ദെൻ അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫംഗ്ഷൻസ്. ദെൻ ഒബ്ജക്റ്റീവ്സിൻ്റെ പോയിൻറ്റ്സിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും ഫംഗ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിൻറ്റ്സ് യൂസ് ചെയ്യാം. These points provides data, modifies data, analyze and interprets data, facilitate control, serve as a means of communication, use source of qualitative information, assist in planning, assist in organizing, and assist in decision making. Okay. Then next topic limitations. ഇതോടെ കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കഴിയും കേട്ടോ. ദെൻ സെക്കൻഡ് മൊഡ്യൂളോട്ട് പ്രോഗ്രാമാണ്. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റാണ് ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഏതൊരു കാര്യത്തിനായാലും കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ലിമിറ്റേഷൻസും ഉണ്ടാവും അല്ലേ. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലിമിറ്റേഷൻ ഓഫ് ബേസിക് റെക്കോർഡ്സ്. ബേസിക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്തെടുക്കുക അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ലിമിറ്റേഷൻ ഏതിലേക്കും കൂടി വരും, നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലേക്കും കൂടി വരും. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിറൈവ്സ് ഇറ്റ്സ് ഇൻഫർമേഷൻ ഫ്രം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് അതർ റെക്കോർഡ്സ്. സോ എനി ഡിഫക്ട്സ് ഇൻ ദാറ്റ് റെക്കോർഡ്സ് ഇറ്റ് ഓൾസോ അഫക്ട് ദി management accounting. This is the limitation of basic records. Then persistent efforts. The conclusions drawn by the management accountants are not executed automatically. Persistent efforts, അതായത് ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇൻഫർമേഷൻ എക്സ്പ്ലോർ ചെയ്തെടുക്കുക ചെയ്യുക. അത് ചെയ്യുന്നതാരാണ്? ഇൻഡിവിജ്വൽ പേഴ്സൺസ് ആണല്ലേ. ഇപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ആ ഒരു ബയാസ്നെസ് അതിലുണ്ടാവും. അതാണ് persistent efforts. Then management accounting is only a tool. It is only a tool or advisor to the management. ഇതൊരു ടെക്നിക്കല്ല. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിനുള്ളൊരു ടെക്നിക്കല്ല. എന്താണ്? ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂള് മാത്രമാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഈസ് ഓൺലി എ ടൂൾ ബട്ട് നോട്ട് എ ടെക്നിക്. നെക്സ്റ്റ് ഇറ്റ്സ് എ വൈഡ് സ്കോപ്പ്. ഇറ്റ് കൺസേൺസ് ബോത്ത് മോണിറ്ററി ആസ് വെൽ ആസ് ദി കൺക്ലൂഷൻ ഒബ്റ്റെയിൻ ത്രൂ ഇറ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വൈഡ് സ്കോപ്പാണ്, അതുപോലെ തന്നെ ഹൈലി എക്സ്പെൻസീവാണ്. അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി എക്സ്പെൻസീവാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പ് ഹെവി സ്ട്രക്ചർ. ദി ഇൻസ്റ്റാളേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം റിക്വയർസ് ഹെവി കോസ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ആൻ ഇലോബറേറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ന്യൂമറസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു കോസ്റ്റ്ലി അഫെയറാണ്. അതായത് ഓർഗനൈസേഷൻ്റെ ഒരു ഹെവി സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത് എക്സ്പെൻസീവാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ്ലി ആണ്. അതാണ് ടോപ്പ് ഹെവി സ്ട്രക്ചർ. ദെൻ ഒപ്പോസിഷൻ ടു ചേഞ്ച്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിമാൻഡ്സ് ടു ബ്രേക്ക് എവേ ഫ്രം ട്രഡീഷണൽ അക്കൗണ്ടിങ് പ്രാക്ടീസസ്. അപ്പോൾ ട്രഡീഷണൽ അക്കൗണ്ടിങ് പ്രാക്ടീസസിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട്. അതായത് റീസെൻറ്റ് ട്രെൻഡ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഓരോന്നിലും പുതിയ പുതിയ റിപ്പോർട്ടിംഗ് സിസ്റ്റംസിലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്, ഇൻ്റർവ്യൂം റിപ്പോർട്ടിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അത് ട്രഡീഷണൽ വേയിൽ അക്കൗണ്ട്സ് ഫോളോ ചെയ്തിരുന്ന ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ അതിലുള്ള എംപ്ലോയീസിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെന്തിനും സാധ്യതയുണ്ട്? അവിടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒപ്പോസിഷന് സാധ്യതയുണ്ട്. അതാണ് ലിമിറ്റേഷൻ മാനേജ്മെൻറ്റ് അക്കൗണ്ട്, ഒപ്പോസിഷൻ ടു ചേഞ്ച്. അപ്പോൾ ദ ലിമിറ്റേഷൻസ് ഒന്നുകൂടി, ലിമിറ്റേഷൻസ് ഓഫ് ബേസിക് റെക്കോർഡ്സിലുള്ള ലിമിറ്റേഷൻ അതേപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നു. ദെൻ പെർസിസ്റ്റൻ്റ് എഫേർട്സ്. ദെൻ ഇറ്റ് ഈസ് ഓൺലി എ ടൂൾ ബട്ട് നോട്ട് എ ടെക്നിക്. നെക്സ്റ്റ് ഇറ്റ്സ് എ വൈഡ് സ്കോപ്പ്. ദെൻ ടോപ്പ് ഹെവി സ്ട്രക്ചർ ആൻഡ് ഒപ്പോസിഷൻ ടു ചേഞ്ച്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. ഫങ്ഷൻസ് ആൻഡ് യൂസസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫങ്ഷൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, യൂസസിൽ ഇത് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഹെഡിങ് എഴുതുന്ന സമയത്ത് ഫങ്ഷൻസ് ഓർ യൂസസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് കൊടുക്കുക, എന്നിട്ട് പോയിൻറ്റ്സ് എഴുതാം. അപ്പോൾ ഫങ്ഷൻസ്, ദെൻ ലിമിറ്റേഷൻസ്, റീസൺ, ട്രെൻഡ്സ്, ഇത്രയാണ് നമ്മൾ ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കഴിയാണ്. അപ്പോൾ എല്ലാവരും ശനി ഞായറൊക്കെ ഉണ്ട്, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഡേ നമുക്ക് ഗൂഗിൾ മീറ്റ് വിളിച്ചിട്ട് ഞാൻ നോട്ടൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ നോട്ട്സ് ക്ലിയർ ആക്കി വെക്കുക. അതിൽ ഏതെങ്കിലും പാർട്ടിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മീറ്റ് വെച്ചിട്ട് ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് ഡേ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ. അപ്പോൾ ശനി ഞായറും നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. മീറ്റ്സിൻ്റെ സമയത്ത് നമുക്ക് ആ ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്ത് നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് മൊഡ്യൂളോട്ട് പ്രോബ്ലമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടുതലും ഗൂഗിൾ മീറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരോടും ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കെ.
ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.